അസ്സലാമലൈക്കും. ഒരു കഥയിലൂടെ നീങ്ങാം. നഹാബൻത് എന്ന രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രജകളുടെ കഴിവുകളിൽ വളരെയധികം സന്തുഷ്ടനായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ രാജാവ് തൻ്റെ പ്രജകളിൽ ഏറ്റവും കഴിവുള്ളവൻ ആരാണെന്ന് കണ്ടെത്താൻ ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ മത്സരത്തിന് സമയമായപ്പോൾ പ്രജകളെല്ലാവരും ഒത്തുചേരുകയാണ്. ആദ്യം ഒരു കവി ആ വേദിയിലേക്ക് വരികയാണ്. അദ്ദേഹം തൻ്റെ വളരെ മികച്ച ആലാപനങ്ങൾ വേദിയിൽ രാജാവിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. പിന്നീട് ഒരു എഴുത്തുകാരൻ ആ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം തൻ്റെ മികച്ച കഥകളും നോവലുകളും രാജാവിന് മുമ്പിൽ സമർപ്പിച്ചു. അതിനുശേഷം ഒരു ചിത്രകാരൻ തൻ്റെ വളരെയധികം മികച്ച ചിത്രങ്ങൾ രാജാവിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഇത് കണ്ടുനിന്ന ജനങ്ങളെല്ലാവരും ഒന്നടങ്കം അമ്പരക്കുകയാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അങ്ങനെ സമ്മാനം കൊടുക്കാൻ സമയമായപ്പോൾ വേദിയിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്. രാജാവ് ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടേക്ക് വന്നത്? അപ്പോൾ ആ സ്ത്രീ കൊടുത്ത മറുപടി, ഇവരെല്ലാം എൻ്റെ മക്കളാണ്. ഇവരിൽ ആരാണ് ഏറ്റവും കഴിവുള്ളവൻ എന്നറിയാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ രാജാവ് മറിച്ചൊന്നും ചിന്തിക്കാതെ ആ സ്ത്രീക്ക് ആ സമ്മാനം കൈമാറുകയാണ്. ഇവിടെ രാജാവ് നമ്മെ അറിയിക്കുന്നത് മാതൃത്വത്തിൻ്റെ മഹാത്മ്യം എത്ര വലുതാണ് എന്നതാണ്. ഈ രാജാവിൻ്റെ കഥ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ.